ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ ഇൻകം ടാക്സിന്റെ രണ്ടാമത്തെ ഹെഡിലേക്കാണ് പോകുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. രണ്ട് പാർട്ടായിട്ടാണ് കവർ ചെയ്യുക. ഇന്ന് പാർട്ട് 1 ഹൗസ് പ്രോപ്പർട്ടിയുടെ ബേസിക്സ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഈ കാര്യങ്ങളെ കുറിച്ചാണ് പറയുക. ഇൻകം അണ്ടർ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻകം എങ്ങനെയാണ് ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യുക, അതിനെക്കുറിച്ചാണ് ആദ്യം പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ ആസ് പെർ സെഷൻ 22, ഇൻകം ടാക്സിന്റെ സെഷൻ 22 പ്രകാരം ആനുവൽ വാല്യൂ എന്ന് പറയുന്ന ഒരു ഫിഗർ ഉണ്ട്. ദാറ്റ് ഈസ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന ആനുവൽ വാല്യൂ ഉണ്ട്. ആ ആനുവൽ വാല്യൂ ആണ്, ദാറ്റ് ഈസ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ആയിട്ട് ചാർജ് ചെയ്യുന്നത് ആ ആനുവൽ വാല്യൂ ആണ്. ആ ആനുവൽ വാല്യൂ ഇൻകമായി ചാർജ് ചെയ്ത് ആ ഇൻകത്തിന്, ദാറ്റ് ഈസ് ഓണർ എന്ന് പറയുന്ന പേഴ്സൺ, അതിന് ഇൻകത്തിന് ടാക്സ് പേ ചെയ്യും. ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി ഒരു കാരണവശാലും ബിസിനസ് ഓർ പ്രൊഫഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഓണർ എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാരാണ് വരുന്നത്. ഒന്ന് ലീഗൽ ഓണറും ഉണ്ട്, രണ്ട് ബെനഫിഷ്യൽ ഓണറും ഉണ്ട്. ലീഗൽ ഓണർ ആരുടെ പേരിലാണോ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അയാളെ വിളിക്കുന്ന പേര് ലീഗൽ ഓണർ. ബെനഫിഷ്യൽ ഓണർ ഉണ്ട്. ചിലപ്പോൾ ലീഗൽ ഓണർ ആയിരിക്കില്ല ഈ പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുക, മറ്റൊരു പേഴ്സൺ ആയിരിക്കാം ഈ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണെ വിളിക്കുന്ന പേരുണ്ട്, ദറ്റ് ഈസ് ബെനഫിഷ്യൽ ഓണർ. അപ്പോ ഇൻകം ടാക്സിന്റെ ആസ് പെർ സെക്ഷൻ 22 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു നെറ്റ് ആനുവൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ആ നെറ്റ് ആനുവൽ വാല്യൂ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ആയിട്ട് ചാർജ് ചെയ്യുക. ആ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി ഒരു കാരണവശാലും ബിസിനസ് ഓർ പ്രൊഫഷണൽ പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആ ഹൗസ് പ്രോപ്പർട്ടിക്ക് ടാക്സ് പേ ചെയ്യുന്ന ദാറ്റ് ഈസ് ഓണർ എന്ന് പറയുന്ന പേഴ്സൺ ആയിരിക്കും. ആ ഓണറിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, ഒന്ന് ലീഗൽ ഓണറും രണ്ട് ബെനഫിഷ്യൽ ഓണറും. അപ്പോ ഓണർ എന്ന് പറയുമ്പോൾ അവിടെ ലീഗൽ ഓണർ ആകാം അല്ലെങ്കിൽ ബെനഫിഷ്യൽ ഓണർ ആകാം. പക്ഷേ ഈ ഓണർക്ക് ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതാണ് പറയുന്നത് എക്സെപ്ഷൻസ് ടു ദ ഓണർ, ദാറ്റ് ഈസ് ഡീംഡ് ഓണർ സെഷൻ 27. താഴെ പറയുന്ന ഒരു 5 സിറ്റുവേഷൻ ഉണ്ട്, 5 കേസ് ഉണ്ട്. ഈ 5 കേസിൽ വേറെ ആരൊക്കെയാണ് അവിടുത്തെ ഓണറായി കരുതപ്പെടുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ഡീംഡ് ഓണർ. അപ്പൊ ഓണർ എന്ന് പറഞ്ഞാൽ ലീഗൽ ഓണർ ആകാം, ബെനഫിഷ്യൽ ഓണർ ആകാം, ഡീംഡ് ഓണർ ആകാം. ആരൊക്കെയാണ് ഡീംഡ് ഓണർ? സെഷൻ 27 പ്രകാരം 5 സിറ്റുവേഷൻ ആണുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ, പ്രോപ്പർട്ടി ട്രാൻസ്ഫർഡ് ടു സ്പൗസ് ഓർ മൈനർ ചൈൽഡ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. ഒരു സ്പൗസിനോ മൈനർ ചൈൽഡിനോ ഒരു ആഡിക്വേറ്റ് കൺസിഡറേഷനും റിസീവ് ചെയ്യാതെ ഒരു പേഴ്സൺ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഹസ്ബൻഡ് ആയിരിക്കാം. ഹസ്ബൻഡ് ഒരു കൺസിഡറേഷനും കൂടാതെ സ്വന്തം വൈഫിനോ അല്ലെങ്കിൽ മൈനർ ചൈൽഡിനോ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ആഡിക്വേറ്റ് കൺസിഡറേഷൻ അവിടെ റിസീവ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ അവിടുത്തെ ഡീംഡ് ഓണർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹസ്ബൻഡ് ആയിരിക്കും. ഒരിക്കലും സ്പൗസോ മൈനർ ചൈൽഡോ ആകില്ല. ഹസ്ബൻഡ് ആയിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. രണ്ടാമത്തത്, ഇൻ കേസ് ഓഫ് എ ഹോൾഡർ ഓഫ് ഇംപാർട്ടബിൾ എസ്റ്റേറ്റ്. ഇപ്പൊ തർക്കത്തിൽ കിടക്കുന്ന ഒരു വസ്തു ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ ഒരു ഇംപാർട്ടബിൾ എസ്റ്റേറ്റിന്റെ കേസിൽ ആരാണോ ഈ ഇംപാർട്ടബിൾ എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്ന പേഴ്സൺ, അയാളായിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ഹൗസ് പ്രോപ്പർട്ടി പ്രൊവൈഡഡ് ബൈ എ കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു മെമ്പർ ഓഫ് അസോസിയേഷൻ അവിടുത്തെ മെമ്പേഴ്സിന് ഒരു ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കമ്പനിയോ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ല അവിടുത്തെ ഡീംഡ് ഓണർ. ആർക്കാണോ കിട്ടുന്നത്, ആരാണോ ഈ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്നത്, ആ മെമ്പർ ആയിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. ഫോർത്ത് വൺ, എ പേഴ്സൺ ഹു ഗോട്ട് ദ പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം ഒരു പേഴ്സൺ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ മറ്റൊരു പേഴ്സൺ ആയിരിക്കാം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ആരാണോ ആരുടെ കൈവശമാണോ ഈ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഇരിക്കുന്നത്, അയാളായിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. അതായത് പവർ ഓഫ് അട്ടോണി എന്ന് പറയും. ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പവർ ഓഫ് അട്ടോണി എഴുതി കൊടുക്കും. ആരുടെ കൈവശമാണോ ഈ പവർ ഓഫ് അട്ടോണി ഇരിക്കുന്നത്, അയാളായിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. Property acquired by a lease, that is 12 years or more.
12 വർഷത്തിൽ കൂടുതൽ ഒരു ലീസ് പീരീഡ് ഉള്ള കേസിൽ ആരാണോ ഈ പറയുന്ന പ്രോപ്പർട്ടി ലീസിന് എടുക്കുന്നത്, ദാറ്റ് ഈസ് ലെസ്സി എന്ന് പറയും, ആ ലെസ്സി ആണ് അവിടുത്തെ ഡീംഡ് ഓണർ. അപ്പൊ സാധാരണ ഓണർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ലീഗൽ ഓണറും ബെനിഫിഷ്യൽ ഓണറും ആണ്. ഇത് കൂടാതെ ഡീംഡ് ഓണർ ഉണ്ട്. സെക്ഷൻ 27 പ്രകാരം ഓണറുടെ എക്സെപ്ഷൻസ് ആണ്. വിളിക്കുന്ന പേര് ഡീംഡ് ഓണർ. ഒന്ന്, ഒരു ഹൗസ് പ്രോപ്പർട്ടി സ്പൗസിനോ മൈനർ ചൈൽഡിനോ ഒരു ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ആരാണോ ട്രാൻസ്ഫർ ചെയ്ത പേഴ്സൺ അയാളായിരിക്കും ഡീംഡ് ഓണർ. എ ഹോൾഡർ ഓഫ് ഇംപാർട്ടബിൾ എസ്റ്റേറ്റ്, ഒരു ഇംപാർട്ടബിൾ എസ്റ്റേറ്റിന്റെ ഹോൾഡ് ചെയ്യുന്ന പേഴ്സൺ ആരാണോ അയാളായിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. നെക്സ്റ്റ് വൺ, ഒരു കമ്പനിയോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ ഒരു അസോസിയേഷൻ പേഴ്സണോ മെമ്പേഴ്സിന് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് ആയിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം ഒരു പേഴ്സൺ അതിന്റെ പൊസിഷൻ ഒരു പേഴ്സന്റെ കയ്യിലാണ് ഇരിക്കുക. ആരുടെ കൈവശമാണോ ഈ പൊസിഷൻ ഇരിക്കുന്നത് അയാളായിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. 12 വർഷത്തിൽ കൂടുതൽ ഒരു ലീസ് പീരീഡ് ഉണ്ടെങ്കിൽ ആ ലീസ് പീരീഡ് എടുക്കുന്ന ലെസ്സി എന്ന് പറയുന്ന പേഴ്സൺ ആയിരിക്കും അവിടുത്തെ ഡീംഡ് ഓണർ. അപ്പൊ ഓണർ എന്ന് പറയുമ്പോൾ മൂന്നാൾക്കാർ, ഒന്ന് ലീഗൽ ഓണർ, രണ്ട് ബെനിഫിഷ്യൽ ഓണർ, മൂന്ന് ഡീംഡ് ഓണർ. സെക്ഷൻ 27 പ്രകാരമുള്ള ഡീംഡ് ഓണർ. നെക്സ്റ്റ് വൺ, കോമ്പോസിറ്റ് റെന്റ്. നമ്മളൊരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ച് ഫർണിച്ചറും ബാക്കിയുള്ള കുറച്ച് ഫെസിലിറ്റീസും അഡീഷണൽ ആയിട്ട് കുറച്ച് ഫർണിച്ചറും നമ്മൾ അതുകൂടെ ചേർത്തിട്ടായിരിക്കും വാടകയ്ക്ക് കൊടുക്കുക. അപ്പോ ബിൽഡിങ്ങും ഉണ്ട്, അതിന്റെ കൂടെ certain അസറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു എമൗണ്ടിനായിരിക്കും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുക. വിളിക്കുന്ന പേരുണ്ട്, ആ റെന്റിനെ വിളിക്കുന്ന പേരുണ്ട് കോമ്പോസിറ്റ് റെന്റ്. എങ്ങനെയാണ് കോമ്പോസിറ്റ് റെന്റ് നമ്മൾ ഇൻകം ടാക്സിൽ ദാറ്റ് ഈസ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ട്രീറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചാണ് പറയുന്നുണ്ട്. Together with interest of the building, if the owner get the charges for the other services or the rent of other asset provided in the building, example that is furniture, machinery, etc., the amount so received is termed as an composite rent. നമ്മൾ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഈ ഓണർ തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് അസറ്റ്, കുറച്ച് ഫർണിച്ചറോ കുറച്ച് മെഷീനറിയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന ഒരു റെന്റ് ഉണ്ട്, ആ റെന്റിനെ വിളിക്കുന്ന പേര് കോമ്പോസിറ്റ് റെന്റ്. ആ കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന്റെ സം ആണ്. ഒന്ന് റെന്റ് ഓഫ് ദി ബിൽഡിംഗ്, റെന്റ് ഫോർ ദി ബിൽഡിംഗ്. രണ്ട്, റെന്റ് ഫോർ ദി അസറ്റ് അല്ലെങ്കിൽ ചാർജസ് ഫോർ ദി വേരിയസ് സർവീസ്. ഒന്നുകിൽ ഈ പറയുന്ന അസറ്റിനുള്ള റെന്റ് അല്ലെങ്കിൽ വേരിയസ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ചാർജസ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് പറയുക. അങ്ങനെ ഒരു കോമ്പോസിറ്റ് റെന്റ് ഈ പറയുന്ന ബിൽഡിങ്ങും അതിന്റെ കൂടെ വേരിയസ് അസറ്റും കൂടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കോമ്പോസിറ്റ് റെന്റ് ഏത് ഹെഡിലാണ് ചാർജ് ചെയ്യുക അതിനെക്കുറിച്ചാണ് പറയുക. അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ്. ഒരു കോമ്പോസിറ്റ് റെന്റ് കിട്ടി, the sum received for the use of the building, ബിൽഡിംഗ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള റെന്റ് ആണെങ്കിൽ ആ റെന്റിനെ നമ്മൾ എടുക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക്, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലേക്ക് കൊണ്ടുവരും. അതേസമയം സം റിസീവ്ഡ് ഫോർ ദി അതർ അമ്യൂണിറ്റീസ് ഓർ അതർ സെപ്പറബിൾ അസറ്റ്, മറ്റേതെങ്കിലും ഒരു ഫെസിലിറ്റി കൊടുത്തു, മറ്റേതെങ്കിലും ഒരു അസറ്റ് കൊടുത്തു, ഒരു സെപ്പറബിൾ അസറ്റ് കൊടുത്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ആ പറയുന്ന റെന്റ് ദാറ്റ് ഈസ് PGBP എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സിലോ ആയിരിക്കും ചാർജ് ചെയ്യുക. അപ്പൊ ഒരു കോമ്പോസിറ്റ് റെന്റ്. ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ കൂടെ മറ്റേതെങ്കിലും ഒരു ഫെസിലിറ്റിയോ അല്ലെങ്കിൽ അതർ അസറ്റ്സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബിൽഡിങ്ങിനും റെന്റ് കിട്ടും, ഈ പറയുന്ന അസറ്റിനും റെന്റ് കിട്ടും. രണ്ട് റെന്റിനെ വിളിക്കുന്ന പേര് കോമ്പോസിറ്റ് റെന്റ്. ഈ കോമ്പോസിറ്റ് റെന്റിന്റെ ട്രീറ്റ്മെന്റ് എവിടെയാണ്, ഏത് ഹെഡിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സം റിസീവ്ഡ് ഫോർ ദി യൂസ് ഓഫ് ദി ബിൽഡിംഗ്, ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ആ റെന്റ് ഉണ്ട്, ആ റെന്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇനി അതല്ലാതെ വേരിയസ് അസറ്റ്സ് ഉണ്ട്, വേരിയസ് സർവീസ് ഉണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിലോ അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിലോ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഇയാളുടെ മെയിൻ ബിസിനസ് ഇതാണ്, ഈ ഓണറിന്റെ മെയിൻ ബിസിനസ് ഇതാണെങ്കിൽ അത് PGBP എടുക്കും. അതേസമയം അല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് എടുക്കും. ദാറ്റ് ഈസ് കോമ്പോസിറ്റ് റെന്റ്. നെക്സ്റ്റ് പറയാനുള്ളത് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. മിക്കപ്പോഴും എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും കയറി വരുന്ന ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ ബിൽഡിംഗ് ഒരു പേഴ്സണ് വാടകയ്ക്ക് കൊടുത്തു, കിട്ടുന്ന ആ പേഴ്സൺ ആ ബിൽഡിംഗ് അയാൾ ഉപയോഗിക്കാതെ മറ്റൊരു തേർഡ് പാർട്ടിക്ക് റെന്റിന് കൊടുത്തു എങ്കിൽ ആ പേഴ്സണ് കിട്ടുന്ന ഇൻകം ഉണ്ട്, ആ ഇൻകത്തിനെ വിളിക്കുന്ന പേര് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് സാധാരണ ചാർജ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്, ഹൗസ് പ്രോപ്പർട്ടിയിലല്ല ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ചാർജ് ചെയ്യുക. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ചാർജ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സ് ചാർജ് ചെയ്യുക.
അതിന് ഒരു എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളിലെ കാര്യങ്ങൾ പറയുക. മിസ്റ്റർ എക്സ് let out a building to Mr. Y for rupees 10,000 per annum. Mr. Y let out the same building to Mr. Z for rupees 12,000 per annum. മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് 10,000 രൂപയ്ക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു. കിട്ടുന്ന മിസ്റ്റർ വൈ ഈ പറയുന്ന വീട് മൂന്നാമതൊരു പേഴ്സൺ ആയിട്ടുള്ള മിസ്റ്റർ ഇസഡിന് 12,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇൻകംസ് എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ് ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് പറയാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ, മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു. 10,000 രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുക്കുക. ഇതിന്റെ ഓണർ മിസ്റ്റർ എക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ 10,000 രൂപയ്ക്ക് ടാക്സ് കൊടുക്കുന്നത് മിസ്റ്റർ എക്സ് ആണ്. ചാർജ് ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നെക്സ്റ്റ്, കിട്ടിയ മിസ്റ്റർ വൈ ഈ സെയിം പ്രോപ്പർട്ടി മിസ്റ്റർ ഇസഡിന് കൊടുക്കുകയാണ്. 12,000 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 10,000 രൂപ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്തു. ബാക്കി 2,000 രൂപ ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് കൊടുക്കേണ്ടത് മിസ്റ്റർ വൈ ആയിരിക്കും. അപ്പോ മിസ്റ്റർ ഇസഡിന്റെ കയ്യിൽ നിന്ന് 12,000 രൂപ മിസ്റ്റർ വൈ കളക്ട് ചെയ്യും. 10,000 രൂപ മിസ്റ്റർ എക്സിന് കൊടുക്കും. ആ മിസ്റ്റർ എക്സിനെ സംബന്ധിച്ച് 10,000 രൂപ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. മിസ്റ്റർ എക്സ് 10,000 രൂപയ്ക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്യും. ഇനി 2,000 രൂപ മിസ്റ്റർ വൈക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻകം ആണ്. ആ അഡീഷണൽ ഇൻകം ആയിട്ടുള്ള 2,000 രൂപയെ വിളിക്കുന്ന പേരാണ് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്, ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സ് ചാർജ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എക്സംപ്റ്റഡ് പ്രോപ്പർട്ടീസ് ആണ്. അതായത് താഴെ പറയുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിൽ നിന്നും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻകത്തിന് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ദ ഫോളോയിങ് ഹൗസ് പ്രോപ്പർട്ടി ആർ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഫസ്റ്റ് പറയുന്നുണ്ട്, എനി വൺ പാലസ് ഓർ ദി പാർട്ട് thereof of എക്സ് റൂളർ provided same is not let out. House property of a local authority, house property of a scientific research association, house property of an education institution, house property of a hospital, house property of a person being resident in Ladakh, house property of political party, house property of a trade union, a farmhouse, house property held for charitable purpose, house property used for business or purpose. ഇങ്ങനെയുള്ള വേരിയസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് എക്സംപ്റ്റഡ് പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. ഈ പ്രോപ്പർട്ടീസിൽ നിന്നും കിട്ടുന്ന ഇൻകംസ് ഉണ്ട്. ആ ഇൻകത്തിന് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ ഒരു കാരണവശാലും ടാക്സബിൾ അല്ല. ദാറ്റ് ഈസ് എക്സംപ്റ്റ് ആയിട്ടുള്ള ഇൻകംസ് ആണ് ഈ ഇൻകംസ്. നമ്മൾ ഇനി ഹൗസ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷനിലേക്ക് പോവുകയാണ്. കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടി ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിനെ 5 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. 5 ക്ലാസിഫിക്കേഷൻ. ഒന്ന്, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, സെക്ഷൻ 23 സബ്സെക്ഷൻ 1 ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. നമ്പർ 2, സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി 23 സബ്സെക്ഷൻ 2A പ്രകാരമുള്ള സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി. 3, അൺഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി സെക്ഷൻ 23 സബ്സെക്ഷൻ 2B പ്രകാരമുള്ള അൺഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി. Partly let out and partly self-occupied property section 23 subsection 3. Then deemed let out property 23 subsection 4 ഉണ്ട്. അങ്ങനെ ഹൗസ് പ്രോപ്പർട്ടിയെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെറ്റ് ഔട്ട് ആണ്. ദാറ്റ് ഈസ് വാടകയ്ക്ക് കൊടുക്കുന്ന പ്രോപ്പർട്ടി ആണ്. ദാറ്റ് ഈസ് റെന്റിന് കൊടുക്കുന്ന, ദാറ്റ് ഈസ് ലെറ്റ് ഔട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി. സെക്കൻഡ് സെൽഫ് ഒക്കുപ്പൈഡ് ആണ്. വാടകയ്ക്ക് കൊടുക്കുന്നില്ല, പകരം നമ്മൾ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അറ്റ് പ്രസന്റ് 2020 എക്സാമിന് ഇതിനകത്ത് അമെൻമെന്റ് ഉണ്ട്. സോ അമെൻമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ്, അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ടും അല്ല സെൽഫ് ഒക്കുപ്പൈഡും അല്ലാത്ത വേക്കന്റ് ആയി കിടക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട്. വിളിക്കുന്ന പേര് അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. ദെൻ ഫോർത്ത് വൺ, പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. ഒരു വർഷത്തില് കുറച്ച് ആദ്യത്തെ 6 മാസം ചിലപ്പോൾ ലെറ്റ് ഔട്ടിന് കൊടുക്കുക, ബാക്കിയുള്ള മാസം സെൽഫ് ഒക്കുപ്പൈഡ് ആക്കുക. അങ്ങനെ ചെയ്യുന്ന കേസ് ഉണ്ട്. പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. എനിക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഞാൻ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒന്ന് പണ്ട് ട്രീറ്റ് ചെയ്യുന്നത്, ഒന്ന് സെൽഫ് ഒക്കുപ്പൈഡ് ആക്കിയും ഒന്ന് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആക്കിയും ട്രീറ്റ് ചെയ്യും. അതിനകത്ത് ഇപ്പൊ അറ്റ് പ്രസന്റ് അമെൻമെന്റ് ഉണ്ട്. ആ അമെൻമെന്റിനെയും കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടി ഹൗസ് പ്രോപ്പർട്ടിയെ നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. 1 ലെറ്റ് ഔട്ട്, 2 സെൽഫ് ഒക്കുപ്പൈഡ്, 3 അൺഒക്കുപ്പൈഡ്, 4 പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി, ലാസ്റ്റ് വൺ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ഈ 5 എണ്ണത്തിന്റെയും കമ്പ്യൂട്ടേഷനിലേക്ക് പോവാം. അതിൽ ആദ്യം ദാറ്റ് ഈസ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ ആണ് ഫസ്റ്റ് കവർ ചെയ്യുന്നത്. ഹൗസ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷനിൽ ഫസ്റ്റ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സെക്ഷൻ 23 സബ്സെക്ഷൻ 1 പ്രകാരം വാടകയ്ക്ക് കൊടുക്കുന്ന, ലെറ്റ് ഔട്ടിന് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് ഫസ്റ്റ് പറയുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് മിസ്റ്റർ എക്സ് ഫോർ അസസ്മെന്റ് ഇയർ 2021 കമ്പ്യൂട്ടേഷൻ ആണ്. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ GAV അങ്ങോട്ട് എഴുതി വെക്കുക.
എങ്ങനെയാണ് GAV കമ്പ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം GAV അങ്ങോട്ട് കണ്ടുപിടിച്ചു വെച്ചു. ആ GAV യിൽ നിന്നും രണ്ട് ലോക്കൽ അതോറിറ്റി കൊടുക്കുന്ന രണ്ട് ടാക്സ് ഉണ്ട്. ഒന്ന് മുനിസിപ്പൽ ടാക്സും രണ്ട് വാട്ടർ ടാക്സും. മുനിസിപ്പൽ ടാക്സ് മുനിസിപ്പൽ വാല്യൂവിന്റെ ഇത്ര പെർസെന്റേജ് ലോക്കൽ അതോറിറ്റിക്ക് ടാക്സ് പേ ചെയ്യും മുനിസിപ്പൽ ടാക്സ്. രണ്ട് വാട്ടർ ടാക്സ് ആ GAV യിൽ നിന്ന് മുനിസിപ്പൽ ടാക്സും വാട്ടർ ടാക്സും ലെസ് ചെയ്യുന്നു. കിട്ടുന്നത് NAV നെറ്റ് ആനുവൽ വാല്യൂ. ആ നെറ്റ് ആനുവൽ വാല്യൂ ആണ് ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പക്ഷെ ആ NAVക്ക് രണ്ട് ഡിഡക്ഷൻ ഉണ്ട്. നമ്മൾ സാലറിയിൽ ഡിഡക്ഷൻ പറഞ്ഞു, ഗ്രോസ് സാലറിയിൽ നിന്നും ഡിഡക്ഷൻ ഉണ്ട്. അതേപോലെ ഇവിടെയും നെറ്റ് ആനുവൽ വാല്യൂ NAVയിൽ ഡിഡക്ഷൻ ഉണ്ട്. ആ ഡിഡക്ഷൻ ആണ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. 24 അനുസരിച്ച് സെക്ഷൻ 24 അനുസരിച്ച് രണ്ട് ഡിഡക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സെക്ഷൻ 24 സബ്സെക്ഷൻ A പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. Next, number 2, that is interest on loan. Section 24 subsection B പ്രകാരം interest on loan ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും that is interest on loan, that is interest on loan എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്ട് ചെയ്യാനോ വേണ്ടി ലോൺ എടുത്തു. ആ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് ഇവിടെ ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ NAVയിൽ നിന്നും ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും ലെസ് ചെയ്യുന്നു. കിട്ടുന്നത് that is income from house property. അപ്പൊ ആദ്യം ഒരു ലെറ്റോഡ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ ആണ്. ആദ്യം that is GAV ഗ്രോസ് ആനുവൽ വാല്യൂ. അതിൽ നിന്നും രണ്ട് ഐറ്റംസ് ലെസ് ചെയ്യുന്നു. ഒന്ന് that is മുനിസിപ്പൽ ടാക്സും രണ്ട് വാട്ടർ ടാക്സും. കിട്ടുന്നത് NAV നെറ്റ് ആനുവൽ വാല്യൂ. അതിൽ നിന്നും ഡിഡക്ഷൻ സെക്ഷൻ 24 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും ലെസ് ചെയ്യുന്നു. കിട്ടുന്നത് that is ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സെക്ഷൻ 23 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഒരു ലെറ്റോഡ് പ്രോപ്പർട്ടിയുടെ that is ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്ന GAVയുടെ കമ്പ്യൂട്ടേഷനിലേക്കാണ് പോകുന്നത്. 5 വാല്യൂസ് എടുത്ത് 5 വാല്യൂസിനെ കമ്പയർ ചെയ്തിട്ടാണ് GAV എടുക്കുക. അതില് 5 വാല്യൂസിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം മുനിസിപ്പൽ വാല്യൂ. സാധാരണ ഒരു ലോക്കൽ അതോറിറ്റി പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, മുനിസിപ്പൽ വാല്യൂ. രണ്ട്, ഫെയർ റെന്റൽ വാല്യൂ. നമ്മുടെ ചുറ്റുപാടിലൊക്കെ സാധാരണ ചാർജ് ചെയ്യുന്ന ഒരു ഫെയർ റെന്റ് ഉണ്ട്, വിളിക്കുന്ന പേര് ഫെയർ റെന്റൽ വാല്യൂ. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് റെന്റ്. റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ചാർജ് ചെയ്യാൻ സാധിക്കുന്ന റെന്റ് ഉണ്ട്, വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് റെന്റ്. നെക്സ്റ്റ്, റീസണബിൾ എക്സ്പെക്ട് റെന്റ്. സാധാരണ റീസണബിൾ ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെന്റ്. ലാസ്റ്റ് വൺ, ആക്ച്വൽ റെന്റ് റിസീവബിൾ, ആക്ച്വലി കൈ കിട്ടിയ റെന്റ്. ഈ 5 റെന്റിനെ, ഈ 5 വാല്യൂസിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ GAV എടുക്കുക. ആ കമ്പാരിസണിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് മുനിസിപ്പൽ വാല്യൂ അങ്ങോട്ട് എഴുതി വെച്ചു. ക്വസ്റ്റിനെ കാണും, മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ ക്വസ്റ്റിന് തരും. അത് രണ്ടും കമ്പയർ ചെയ്തു വിച്ചെവർ ഈസ് ഹയർ അങ്ങോട്ട് എഴുതി വെച്ചു. അപ്പൊ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ, അതിലെ വിച്ചെവർ ഈസ് ഹയർ. അതും സ്റ്റാൻഡേർഡ് റെന്റും ആയിട്ട് കമ്പയർ ചെയ്യുവാണ്. വിച്ചെവർ ഈസ് ഹയറും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തു. കിട്ടുന്നത് വിച്ചെവർ ഈസ് ലോവർ, വിളിക്കുന്ന പേര് റീസണബിൾ എക്സ്പെക്ടഡ് റെന്റ്. ആ റീസണബിൾ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റുമായിട്ടാണ് പിന്നീട് കമ്പാരിസൺ. ആക്ച്വൽ റെന്റ് റിസീവബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആനുവൽ റെന്റ് ഉണ്ട്. അതിൽ നിന്നും അൺറിയലൈസ്ഡ് റെന്റ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ് മൈനസ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്നത് ആക്ച്വൽ റെന്റ് റിസീവബിൾ. അതായത് നമുക്ക് 12 മാസത്തെ റെന്റ് ആണ്, 12 മാസത്തേക്കാണ് റെന്റിന് കൊടുത്തിരിക്കുക. ഒരു 10 മാസം റെന്റ് കിട്ടി, 2 മാസത്തെ റെന്റ് കിട്ടുന്നില്ല എങ്കിൽ ആ 2 മാസത്തെ റെന്റിനെ, കിട്ടാത്ത ആ 2 മാസത്തെ റെന്റിനെ വിളിക്കുന്ന പേരുണ്ട് അൺറിയലൈസ്ഡ് റെന്റ്. അപ്പോ 12 മാസത്തെ റെന്റിൽ നിന്നും ആ 2 മാസം റെന്റ് മൈനസ് ചെയ്തു, ബാക്കി 10 മാസം റെന്റ് ആണ് ആക്ച്വലി കൈ കിട്ടിയത്, വിളിക്കുന്ന പേര് ആക്ച്വൽ റെന്റ് റിസീവബിൾ. ആ ആക്ച്വൽ റെന്റ് റിസീവബിളും റീസണബിൾ എക്സ്പെക്ടഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് വിച്ചെവർ ഈസ് ഹയർ, ഗ്രോസ് ആനുവൽ വാല്യൂ GAV. അപ്പൊ ആദ്യം മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ കമ്പയർ ചെയ്തു, വിച്ചെവർ ഈസ് ഹയർ. അതും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തു, വിച്ചെവർ ഈസ് ലോവർ. ആ ലോവറിനെ വിളിക്കുന്ന പേര് റീസണബിൾ എക്സ്പെക്ടഡ് റെന്റ്. അതും ആക്ച്വൽ റെന്റ് റിസീവബിളുമായിട്ട് കമ്പയർ ചെയ്യുന്നു, വിച്ചെവർ ഈസ് ഹയർ കിട്ടും, വിളിക്കുന്ന പേര് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇവിടെ HLH എന്ന് പറയുന്ന റൂൾ ആണ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് വിച്ചെവർ ഈസ് ഹയർ, നെക്സ്റ്റ് വിച്ചെവർ ഈസ് ലോവർ, തേർഡ് വിച്ചെവർ ഈസ് ഹയർ എന്ന് പറയുന്ന HLH എന്ന് പറയുന്ന റൂളാണ്. ആദ്യം മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ വിച്ചെവർ ഈസ് ഹയർ, അതും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് വിച്ചെവർ ഈസ് ലോവർ, അതും ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ദാറ്റ് ഈസ് വിച്ചെവർ ഈസ് ഹയർ, ഗ്രോസ് ആനുവൽ വാല്യൂ GAV. നെക്സ്റ്റ്, റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ചില സമയം നമുക്ക് വേക്കൻസി എൻക്വയറി ചെയ്യാം. ഞാനൊരു 12 മാസത്തേക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു.
ചിലപ്പോൾ 8 മാസം ചിലപ്പം താമസിക്കാം, ബാക്കി ഒരു 4 മാസം വെറുതെ വേക്കന്റ് ആയി കിടക്കാം. അങ്ങനെ വേക്കന്റ് ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ റിസീവബിൾ അവിടെ കുറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ GAV എന്ന് പറയുന്നത് whichever is higher അല്ല, അവസാനത്തെ മൂന്നാമത്തെ കേസിലെ whichever is higher അല്ല, പകരം അവിടെ എടുക്കുന്നത് whichever is lower ആണ്. വിളിക്കുന്ന പേര് റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് when actual rent receivable is less than reasonable expected rent due to vacancy, then GAV is actual rent receivable. അതായത് നമ്മൾ റീസണബിൾ എക്സ്പെക്ടഡ് റെന്റ് അങ്ങോട്ട് കണ്ടുപിടിച്ച് വെച്ചു, then actual receivable അങ്ങോട്ട് എഴുതി വെച്ചു, അതിലെ whichever is higher അല്ലേ നമ്മൾ GAV ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വൽ receivable ലോവർ ആണ്. ലോവർ ആകാൻ കാരണം അവിടെ വേക്കൻസി ആണ്. വേക്കൻസി ഉള്ളത് കൊണ്ടാണ് ആക്ച്വൽ റെന്റ് റിസീവബിൾ കുറയാൻ കാരണമെങ്കിൽ GAV ആയി എടുക്കേണ്ടത് whichever is ലോവർ ആയിട്ടുള്ള ആക്ച്വൽ റെന്റ് റിസീവബിൾ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതേസമയം when actual receivable is already higher than reasonable expected rent, rule of substitution shall not be applicable. Actual rent receivable already higher ആണ്, ഓൾറെഡി കൂടി നിൽക്കുകയാണ്, റീസണബിൾ എക്സ്പെക്ടഡ് റെന്റിനേക്കാളും ആക്ച്വൽ റിസീവബിൾ ഹയർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആ whichever is higher GAV ആയിട്ട് എടുത്താൽ മതി. അപ്പൊ റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേക്കൻസി ഉള്ളത് കൊണ്ടാണ് ആക്ച്വൽ റെന്റ് റിസീവബിൾ കുറയാൻ കാരണമെങ്കിൽ GAV ആയി എടുക്കേണ്ടത് ആക്ച്വൽ റെന്റ് റിസീവബിൾ ആയിരിക്കും. എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ എക്സാമ്പിളോടെ കോട്ട് ചെയ്യാണ്. റീസണബിൾ എക്സ്പെക്ടഡ്, നമ്മൾ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ് ഒക്കെ കമ്പയർ ചെയ്ത് റീസണബിൾ എക്സ്പെക്ടഡ് റെന്റ് 1000 രൂപ അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചു. ദെൻ ആക്ച്വൽ റിസീവബിൾ, എനിക്ക് ആക്ച്വലി കൈ കിട്ടിയത് 600 രൂപയാണ്. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് 6 മാസം വേക്കന്റ് ആണ്, അപ്പൊ 1200 രൂപ കിട്ടണമായിരുന്നു. കിട്ടിയത് 6 മാസം വേക്കൻസി കാരണം 600 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സാധാരണ ഇവിടെ GAV എന്ന് പറയുന്നത് whichever is higher ആയിട്ടുള്ള 1000 ആയിരിക്കും, 1000 രൂപയായിരിക്കും ഇവിടുത്തെ GAV. പക്ഷെ ഇവിടെ വേക്കൻസി ഉണ്ട്, അപ്പൊ റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോക്കുക, വേക്കൻസി ഇല്ലായിരുന്നുവെങ്കിൽ ആക്ച്വലി കൈ കിട്ടേണ്ടത് 1200 അല്ലേ? എന്റെ കമ്പ്യൂട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. 600 എന്ന് പറയുന്നത് 6 മാസത്തേക്കാ. അങ്ങനെ വേക്കൻസി ഇല്ലായിരുന്നെങ്കിൽ 12 മാസത്തേക്ക് കിട്ടേണ്ടത് 1200 രൂപയാ. അപ്പോ വേക്കൻസി ഉള്ളത് കൊണ്ടല്ലേ ആക്ച്വൽ റെന്റ് ഇപ്പൊ കുറഞ്ഞു നിൽക്കുന്നത്. വേക്കൻസി ഇല്ലായിരുന്നെങ്കിൽ 1200 കിട്ടണമായിരുന്നു. വേക്കൻസി ഉള്ളത് കൊണ്ട് 600 അല്ലേ കൈ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ GAV എന്ന് പറയുന്നത് whichever is lower, 1000 600, whichever is lower ആയിട്ടുള്ള 600, അതായത് ആക്ച്വലി കൈ കിട്ടിയ ആക്ച്വൽ റെന്റ് റിസീവബിൾ ആയിരിക്കും GAV ആയിട്ട് എടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. വേക്കൻസി ഉണ്ടെങ്കിലാണ് റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യുക. അവിടെ ചെക്ക് ചെയ്യണം, ആക്ച്വൽ റിസീവബിൾ കുറയാൻ കാരണം വേക്കൻസി ആണ് എന്നുണ്ടെങ്കിൽ ആക്ച്വൽ റിസീവബിൾ ആയിരിക്കും അവിടെ GAV ആയിട്ട് എടുക്കുക. വിളിക്കുന്ന പേര് റൂൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോ ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷനിൽ ആദ്യം GAV-യിൽ നിന്നും മുനിസിപ്പൽ ടാക്സും വാട്ടർ ടാക്സും ലെസ് ചെയ്യുന്നു, NAV-യിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും ലെസ് ചെയ്യുന്നു, കിട്ടുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പൊ അതിൽ GAV എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഇനി മുനിസിപ്പൽ ടാക്സ് ആണ്. മുനിസിപ്പൽ ടാക്സിന്റെ കാര്യങ്ങൾ മൊത്തം സംസാരിക്കുന്നു. മുനിസിപ്പൽ ടാക്സ് ഓരോ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഫ്രം GAV. മുനിസിപ്പൽ ടാക്സ് GAV-യിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. ഇറ്റ് ഷാൾ ബി കമ്പ്യൂട്ടഡ് ആസ് പെർസെന്റേജ് ഓഫ് മുനിസിപ്പൽ വാല്യൂ. ഒരു മുനിസിപ്പൽ വാല്യൂവിന്റെ പെർസെന്റേജ്, ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞിരിക്കും, ആ പെർസെന്റേജ് ആണ് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് എടുക്കുക. ഇറ്റ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഒരു കാരണവശാലും ഔട്ട്സ്റ്റാൻഡിംഗ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യാത്ത ഔട്ട്സ്റ്റാൻഡിംഗ് മുനിസിപ്പൽ ടാക്സ് ഒരു കാരണവശാലും ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. It must be paid by the assessee. Tax paid by the tenant shall not be allowed as deduction. Actually ഈ assessee മുനിസിപ്പൽ ടാക്സ് അടച്ചിരിക്കണം. ഇനി ടെനന്റ് ആണ് മുനിസിപ്പൽ ടാക്സ് അടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി അഡ്വാൻസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഷാൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇനി വരാൻ പോകുന്ന വർഷത്തെ മുനിസിപ്പൽ ടാക്സ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ പേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ പേ ചെയ്ത ഫുൾ മുനിസിപ്പൽ ടാക്സും ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാം. റീഫണ്ട് ഓഫ് മുനിസിപ്പൽ ടാക്സ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദ
ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മുനിസിപ്പൽ ടാക്സ് റീഫണ്ട് കിട്ടി. ഇപ്പൊ ഒരു 1000 രൂപ മുനിസിപ്പൽ ടാക്സ് പറഞ്ഞു, പക്ഷെ ശരിക്കും 800 രൂപ ആയിരുന്നു അടച്ചാൽ മതിയായിരുന്നു. നമ്മൾ 1000 രൂപ അടച്ചു, അങ്ങനെയാണെങ്കിൽ 200 രൂപ റീഫണ്ട് കിട്ടും. അത് ഒരു കാരണവശാലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലല്ല ചാർജ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു മുനിസിപ്പൽ ടാക്സ് ഡിഡക്ഷൻ ആയി ചെയ്യണമെങ്കിൽ ഒന്ന് മുനിസിപ്പൽ ടാക്സ് ആക്ച്വലി പേ ചെയ്തിരിക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് മുനിസിപ്പൽ ടാക്സ് ഒരു കാരണവശാലും ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മുനിസിപ്പൽ വാല്യൂന്റെ ഇത്ര ശതമാനം പറഞ്ഞിരിക്കും, ആ ശതമാനമാണ് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് എടുക്കുക. മുനിസിപ്പൽ ടാക്സ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് റീഫണ്ട് കിട്ടി, ഒരു കാരണവശാലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യത്തില്ല. ഈ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ഷൻ ആയി അലോ ചെയ്യുന്നത്. ഡിഡക്ഷൻ ഫ്രം NAV സെഷൻ 24. സെഷൻ 24 അനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. NAVയുടെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോ 1 ലക്ഷം രൂപയാണ് NAV എങ്കിൽ 1 ലക്ഷത്തിന്റെ 30% 30,000 രൂപ ഡിഡക്ട് ചെയ്യാം. ബാക്കി 70,000 രൂപയായിരിക്കും ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഡിഡക്ഷനിലെ ഒന്നാമത്തെ ഐറ്റം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് NAV. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ സെഷൻ 24 സബ്സെഷൻ B. ഒരു ലോൺ എടുക്കുകയാണ്. ഹൗസ് പ്രോപ്പർട്ടിയുടെ പർച്ചേസിന് വേണ്ടിയോ കൺസ്ട്രക്ഷന് വേണ്ടിയോ റിനോവേഷന് വേണ്ടിയോ റിപ്പയറിന് വേണ്ടിയോ റീകൺസ്ട്രക്ഷന് വേണ്ടിയോ ഈ 5 കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ലോൺ എടുക്കുകയാണ് എങ്കിൽ ആ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യാൻ വേണ്ടി ഒരു ലോൺ എടുത്തു, ആ ലോണിന്റെ ഇൻട്രസ്റ്റ് ഒരു കാരണവശാലും ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ 5 കാര്യങ്ങളാണ്. ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ പർച്ചേസ്, കൺസ്ട്രക്ഷൻ, റിനോവേഷൻ, റിപ്പയർ, റീകണ്ടീഷനിങ്. ഇതിൽ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഞാൻ ലോൺ എടുത്തു, ആ ലോണിന്റെ ഇൻട്രസ്റ്റ് എനിക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഡക്ട് ചെയ്യുന്നത് അക്രൂവൽ ബേസിൽ എനിക്ക് അലോ ചെയ്യാം. പേ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ആ ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഇൻട്രസ്റ്റിനെ രണ്ടായി നമ്മൾ ഡിവൈഡ് ചെയ്യും. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസെഷൻ പീരീഡും, രണ്ട് ഇൻട്രസ്റ്റ് ഫോർ പോസ്റ്റ് കൺസെഷൻ പീരീഡും. ഹൗസ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, വിളിക്കുന്ന പേര് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ആയി ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, വിളിക്കുന്ന പേര് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ രണ്ടെണ്ണം, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡും ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡും. അതിന്റെ രണ്ടിന്റെയും ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡും ഉണ്ട്. അതിൽ രണ്ടെണ്ണത്തിന്റെയും എങ്ങനെയാണ് ടാക്സ് ട്രീറ്റ്മെന്റ് അതിനെക്കുറിച്ച് പറയുന്നു, എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക. അതിൽ ആദ്യം പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ കമൻസ്മെന്റും പറയണം, അതിന്റെ കംപ്ലീഷനും പറയണം, ടാക്സ് ട്രീറ്റ്മെന്റും പറയണം. ഫസ്റ്റ് കമൻസ്മെന്റ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യും ഇത് പറയുന്നുണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കമൻസസ് ഫ്രം ദ ഡേറ്റ് ഓഫ് ബോറോവിംഗ് ലോൺ ഓർ വെൻ കൺസ്ട്രക്ഷൻ കമൻസസ് വിച്ചെവർ ഈസ് ലേറ്റർ. ഒന്നുകിൽ ലോൺ എടുത്ത ഡേറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത കമൻസ് ചെയ്ത ഡേറ്റ്, ഈ രണ്ട് ഡേറ്റിലെയും വിച്ചെവർ ഈസ് ലേറ്റർ, ആ ലേറ്റർ ഡേറ്റ് ആയിരിക്കും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. ഒന്നുകിൽ ദാറ്റ് ഈസ് ലോൺ എടുത്ത ഡേറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് വിച്ചെവർ ഈസ് ലേറ്റർ, അതായിരിക്കും പ്രീ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി പ്രീ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എൻഡ് ഓൺ 31st March of the financial year immediately preceding the year of completion of construction. എന്നാണോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് അതിന് തൊട്ട് മുമ്പുള്ള 31st March ആയിരിക്കും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ കംപ്ലീഷൻ ഡേറ്റ്. അപ്പൊ ഒരു 31st March ആണ് എന്തായാലും. ഏത് വർഷം എന്ന് വെച്ചാൽ എന്നാണോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് അതിന് തൊട്ട് മുമ്പുള്ള 31st March. എക്സാമ്പിൾ 1/4/2020 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി, അതിന് തൊട്ടുമുമ്പുള്ള 31st March എന്ന് പറഞ്ഞാൽ 31/3/2020 ആണ് ദാറ്റ് ഈസ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എൻഡ് അല്ലേ. പോട്ടെ 1/8/2020 നമ്മുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി, അങ്ങനെയാണെങ്കിൽ പ്രീ പീരീഡ് എൻഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് 31/3/2020 ആയിരിക്കും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ എൻഡ്. ടാക്സ് ട്രീറ്റ്മെന്റ്. Interest for the pre-construction period shall be allowed in 5 equal installments
from the year in which the post concession period begins. പ്രീ കൺസഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. എന്ന് തൊട്ട് ഇത് ഡിഡക്ട് ചെയ്യാം അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ ചോദിച്ചാൽ എന്നാണോ പോസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക ആ പോസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തൊട്ട് പ്രീ കൺസഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ പ്രീ കൺസഷൻ പീരീഡ് കമൻസ് ചെയ്യുന്നത് ഒന്നുകിൽ ലോൺ എടുത്ത ഡേറ്റ് അല്ലെങ്കിൽ കൺസഷൻ കമൻസ് ആയ ഡേറ്റ് അതിലെ വിച്ചെവർ ഈസ് ലേറ്റർ. കംപ്ലീഷൻ 31st മാർച്ച് ആണ്. ഏത് 31st മാർച്ച് എന്ന് പറഞ്ഞാൽ എന്നാണോ കൺസഷൻ കംപ്ലീറ്റ് ആയത് അതിന് തൊട്ടു മുമ്പുള്ള 31st മാർച്ച്. ട്രീറ്റ്മെന്റ് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാം. എന്നോട്ട് ഡിഡക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്നാണോ പോസ്റ്റ് പീരീഡ് ബിഗിൻ ചെയ്യുന്നത് അന്ന് തൊട്ട് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഇനി പോസ്റ്റ് കൺസഷൻ പീരീഡ്. പോസ്റ്റ് കൺസഷൻ പീരീഡ് കമൻസസ് ഫ്രം the beginning of the year which the concession is completed. എന്നാണോ കൺസഷൻ കംപ്ലീറ്റ് ആയത് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് that is പോസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീഷൻ ഇറ്റ് കംപ്ലീറ്റ് when the loan is repaid or property transferred. ഒന്നുകിൽ ലോൺ അടച്ചു തീർന്നു, ബാങ്കിൽ ലോൺ അടച്ചു തീർന്നു, that is പോസ്റ്റ് കൺസഷൻ പീരീഡ് എൻഡ് ആയി. അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ വിറ്റു അല്ലെങ്കിൽ സെയിൽ നടത്തി, അങ്ങനെയാണെങ്കിൽ അവിടെ പോസ്റ്റ് പീരീഡ് എൻഡ് ആയി. ട്രീറ്റ്മെന്റ് interest for the post concession period shall be allowed in the respective year. അതാത് വർഷത്തെ ഇൻട്രസ്റ്റ് അതാത് വർഷം ഡിഡക്ട് ചെയ്യാം. അപ്പോ that is post concession period സ്റ്റാർട്ട് കമൻസ് ചെയ്യുന്നത് എന്നാണോ കൺസഷൻ കംപ്ലീറ്റ് ആയത് പിറ്റേ വർഷം തൊട്ട് that is പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ് that is ഒന്നുകിൽ ലോൺ പേ ചെയ്തു, മൊത്തം പേ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു, അതിലെ ഡേറ്റ് ഏതാണോ അന്ന് പ്രീ പീരീഡ് പോസ്റ്റ് പീരീഡ് എൻഡ് ആയി. ട്രീറ്റ്മെന്റ് അതാത് വർഷത്തെ ഇൻട്രസ്റ്റ് അതാത് വർഷം ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇൻട്രസ്റ്റ് രണ്ടെണ്ണം, ഒന്ന് പ്രീ കൺസഷൻ പീരീഡ് ഇൻട്രസ്റ്റും രണ്ട് പോസ്റ്റ് കൺസഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. പ്രീ കൺസഷൻ പീരീഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് എൻഡ് ചെയ്യും, പോസ്റ്റ് പീരീഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് എൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഒരു പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാണ്, അതിലേക്ക് പോകുന്നു. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അലൗഡ് ഫോർ ദ പ്രീവിയസ് ഇയർ 19-20 from the following information. Loan was taken on 1/1/2014 rupees 10 lakh at 10% per annum. Concession commenced on 1/4/2014. Concession completed on 18/8/2018. അപ്പോ 2019-20 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിൽ ഇൻട്രസ്റ്റ് ഇനത്തിൽ എത്ര രൂപ ഡിഡക്ട് ചെയ്യാൻ സാധിക്കും, ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ആണ്. ലോൺ എടുത്തിരിക്കുന്നത് 1/1/2014 10 ലക്ഷം രൂപ 10% പെർ ആനം ഇൻട്രസ്റ്റ്. കൺസെഷൻ സ്റ്റാർട്ട് ചെയ്തത് 1/4/2014. കൺസെഷൻ കംപ്ലീറ്റ് ആയത് 18/8/2018. പ്രീ പീരീഡും കമ്പ്യൂട്ട് ചെയ്യണം, പോസ്റ്റ് പീരീഡും കമ്പ്യൂട്ട് ചെയ്യണം. ആദ്യം പ്രീ കൺസെഷൻ പീരീഡിലേക്ക് ഫസ്റ്റ് പോകുന്നു. സ്റ്റാർട്ടിങ് പറഞ്ഞു, ഒന്നുകിൽ ലോൺ എടുത്ത ഡേറ്റ് അല്ലെങ്കിൽ കൺസെഷൻ കമൻസ് ചെയ്ത ഡേറ്റ് വിച്ചെവർ ഈസ് ലേറ്റർ. ലോൺ എടുത്ത ഡേറ്റ് 1/1/2014, കൺസെഷൻ കമൻസ് ചെയ്ത ഡേറ്റ് 1/4/2014. സോ വിച്ചെവർ ഈസ് ലേറ്റർ. കൺസെഷൻ സ്റ്റാർട്ട് ചെയ്തത് 1/4/2014, പ്രീ കൺസെഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. എൻഡ് ചെയ്യുന്നത് ഒരു 31st മാർച്ച് ആണെന്ന് പറഞ്ഞു. എന്നാണോ കൺസെഷൻ കംപ്ലീറ്റ് ആയത് അതിന് തൊട്ടുമുമ്പുള്ള 31st മാർച്ച്. കംപ്ലീറ്റ് ആയത് 18/8/2018. അതിനു മുമ്പുള്ള 31st മാർച്ച് എന്ന് പറഞ്ഞാൽ 31/3/2018. അപ്പോ പ്രീ പീരീഡ് സ്റ്റാർട്ട് 1/4/2014 പ്രീ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്യുന്നത് 31/3/2018 എൻഡ് ചെയ്തു. ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ആണ്. 1/4/2014 തൊട്ട് 31/3/2018 വരെ 4 വർഷമാണ് ഉള്ളത്. അതായത് 14-15, 15-16, 16-17, 17-18. 10 ലക്ഷം രൂപയാണ് എടുത്തിരിക്കുന്നത്, 10% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഓരോ വർഷവും 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ്. അപ്പോൾ മൊത്തം പ്രീ പീരീഡ് ഇൻട്രസ്റ്റ് 4 ലക്ഷം രൂപയാണ് പ്രീ കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. ഈ പ്രീ കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീ കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് മൊത്തം 4 ലക്ഷം രൂപ ഉണ്ടെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ 4 ലക്ഷം രൂപ ക്ലെയിം ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ 4 ലക്ഷം ഡിവൈഡ് ബൈ 5 80,000 രൂപ ഓരോ വർഷവും 80,000 രൂപ ഡിഡക്ട് ചെയ്യാം. അങ്ങനെ 5 വർഷത്തേക്ക് 80,000 രൂപ ഡിഡക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് ഇൻട്രസ്റ്റിന്റെ. പ്രീവിയസ് ഇയർ കോട്ട് ചെയ്തു, പ്രീ കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ്, പോസ്റ്റ് കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോ പ്രീവിയസ് ഇയർ നമുക്ക് പ്രീ കൺസെഷൻ പീരീഡ് എൻഡ് ആവുന്നത് 17-18 അപ്പൊ 18-19 തൊട്ട് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 18-19, 19-20, 20-21 അങ്ങനെ ഞാൻ കുറച്ച് വർഷങ്ങൾ അങ്ങോട്ട് കോട്ട് ചെയ്തു. പ്രീ കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഓരോ വർഷവും 80,000 രൂപ വീതം 5 വർഷം ഡിഡക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ദാ 18-19 80,000, 19-20 80,000 അങ്ങനെ 5 വർഷം 80,000 ഓരോ വർഷം ഡിഡക്ട് ചെയ്യാം. 23-24 ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല, 5 വർഷം എക്സീഡ് ചെയ്തു. പോസ്റ്റ് കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് മൊത്തം 10 ലക്ഷം രൂപയുണ്ട്. ഓരോ വർഷം 10 ലക്ഷം രൂപയുടെ 10% 1 ലക്ഷം രൂപ പോസ്റ്റ് കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ആയിട്ട് എന്നാണോ ലോൺ റീപേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അന്ന് വരെ പോസ്റ്റ് കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് 1 ലക്ഷം രൂപ ഓരോ വർഷം കൊടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ 18-19 മൊത്തം 1,80,000 ചേർന്ന് 1,80,000, 19 വരെ 180, 20-21 180, 21-22, 22-23 വരെ 1,80,000. 23-24 തൊട്ട് 1 ലക്ഷം രൂപ എന്ന് പറയുന്ന പോസ്റ്റ് കൺസെഷൻ പീരീഡ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. പ്രീ കൺസെഷൻ പീരീഡ് ഇല്ല. അപ്പോൾ ആ വർഷം 1 ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാൻ സാധിക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 19-20 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിൽ എത്ര രൂപ ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാം? പ്രീ പീരീഡിലെ 80,000വും പോസ്റ്റ് പീരീഡ് 1 ലക്ഷം ചേർത്ത് 1,80,000 രൂപ ഇൻട്രസ്റ്റ് ഇനത്തിൽ ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ദാറ്റ് ഈസ് ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ.